ഇന്ന് നവംബർ 4. ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസം തീരാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ ഈ സന്തോഷം എന്നിൽ പ്രതിഫലിക്കുന്നത് സന്താപമായിട്ടാണ്. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സ് ഹൃദയമെടുപ്പിൻ്റെ താളത്തിൽ എനിക്കൊരു ഉത്തരം തന്നു. സ്നേഹം അല്ലെങ്കിൽ പ്രണയം. സ്നേഹം എന്ന വാക്ക് എനിക്ക് എഴുതിയും വായിച്ചു മാത്രമേ ശീലമുള്ളൂ. വായിച്ചറിയുന്നതിനേക്കാൾ മധുരം അതനുഭവിക്കുമ്പോൾ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്ത് എന്തിനേയും കുറിച്ചറിയുന്ന ബുദ്ധിജീവികൾ പറയുന്നു സ്നേഹത്തിന് പല അർത്ഥതലങ്ങളുണ്ടെന്ന്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന വികാരത്തെ വാത്സല്യമെന്നും അതനുഭവിച്ചറിഞ്ഞവൻ ഏറ്റവും വലിയ ഭാഗ്യവാനെന്നും, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള വികാരത്തെ സൗഹൃദമെന്നും ഒരു പ്രണയ ജോഡികൾ തമ്മിലുള്ള വികാരത്തെ പ്രേമമെന്നും അവർ പറയുന്നു. ഇവർ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഈ അർത്ഥ വ്യത്യാസങ്ങളെ എനിക്ക് വായിച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. ചേട്ടാ, ഒരു ചായ. ഇവിടെ കഴിക്കാൻ എന്താ വേണ്ടത്? രാമേട്ടാ, ഒരു ഡബിൾ സ്ട്രോങ് ചായ. വന്നാ എന്റെ രാമേട്ടാ, ഇലക്ഷനാ വരുന്നത്, നിന്ന് തിരിയാൻ സമയമില്ല. നീ കൊറേ നേടുണ്ടല്ലോ. ആയിക്കോ. എന്റെ രാമേട്ടാ, ബുദ്ധിമുട്ടിയിട്ടാ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ബുദ്ധിമുട്ട് നിങ്ങൾക്കല്ലല്ലോ, ഇവിടുത്തെ നാട്ടുകാർക്കല്ലേ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒന്നില്ലെങ്കിലും വളർന്നു വരുന്ന ഒരു യുവനേതാവല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ തെരുവ് സർക്കാർക്ക് സാധനങ്ങളൊക്കെ വില കൂട്ടി വിൽക്കണവരൊക്കെ ഞാൻ അറിഞ്ഞു. 2 ദിവസം അവരോട് തയ്യൊന്നുമില്ല, അപ്പോഴേക്കും അവർ പോയി. എന്റെ രാമ, എങ്ങനെ പോകാതിരിക്കും? ടിവിയിലെ സീരിയൽ കഴിഞ്ഞിട്ട് നേരണ്ട വാർത്ത വെച്ച മൈതാനത്ത് കാണാൻ പറ്റുന്ന സർക്കസിന് വലിയ സർക്കസ് അവിടെ കാണാം. സ്വന്തം വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരെ പോലും തിരിച്ചറിയില്ല. നിങ്ങൾ ഈ വാർത്ത കേട്ട? എന്തിക്കാ? എന്നാ കേട്ടോളി. സ്വന്തം മകളെ അച്ഛനും അമ്മയും കൊലപ്പെടുത്തി. നിങ്ങൾക്ക് എൻ്റെ കാര്യം അറിയാം. നമ്മുടെ ആദ്യത്തെ ബീവിയിൽ കുട്ടികളുണ്ടായില്ല. പക്കെങ്കിലും നമ്മൾ വേറെ നിക്കാഹ് കഴിച്ച് അതിൽ കുട്ടികളുണ്ടായി പടച്ചവൻ്റെ കൃപ കൊണ്ട്. പക്കെങ്കിലും ഒന്നിൻ്റെ മൂക്കിന്ന് വായുന്ന ഒരു തുള്ളി വെള്ളം വന്ന പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റൂല. ഇവനൊക്കെ ഉണ്ടല്ലോ, മനുഷ്യനല്ല, മൃഗമല്ല. ഇവനൊക്കെ എൻ്റെ പടച്ചവനെ.
സ്വന്തം മകളെ അച്ഛനും അമ്മയും കൊലപ്പെടുത്തി. വാത്സല്യം എന്ന വാക്കിൻ്റെ സുഖം വായിച്ച് മാത്രമല്ല, അതിപ്പോൾ ഞാൻ അനുഭവിച്ചറിയുന്നു. എൻ്റെ അമ്മയും അച്ഛനും എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയ്ക്ക് എന്നോട് വാത്സല്യമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സുന്ദരഭൂമിയെ നിഷേധിച്ച് അവർ എന്നെ കൊന്നുകളഞ്ഞേനെ. എന്നെ നശിപ്പിക്കാതെ അവർ എന്നെ ജീവിക്കാൻ വിട്ടു. അമ്മ കുഴച്ചു തന്ന ചോറിലും കിനിഞ്ഞു നൽകിയ മുലപ്പാലിലും മാത്രമല്ല സ്നേഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിത സാഹചര്യങ്ങളുടെ നിസ്സഹായതയും ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന സങ്കടത്തിലും അവർ പകർന്നു തന്ന സ്നേഹവാത്സല്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. നീ ആ സർക്കസുകാരെ കൂടെ ഉണ്ടായിരുന്ന ചെങ്ങളാ, എന്താണോ നോക്കണേ? ഇറങ്ങിപ്പോടാ. ചേട്ടാ, ഒരു ചായ എന്തെങ്കിലും കഴിക്കാനും? നീ ഓരോ വയ്യാവരെടുത്ത് തലയിൽ വയ്ക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ ഏതായാലും ആർക്കും അറിയാം. നിന്റെ പേരെന്താ? കഴിക്കണം. നിന്റെ വീട് എവിടെയാ? അച്ഛനമ്മയൊക്കെ എവിടെയാ? അന്നെൻ്റെ ചുറ്റിലും സ്നേഹിച്ചു നിന്നവർ നിന്നോടു കൂടെ കൂട്ടുകൂടി
അന്നെൻ്റെ ചുറ്റിലും സ്നേഹിച്ചു നിന്നവർ നിന്നോടു കൂടെ കൂട്ടുകൂടി. കാലവും ബന്ധവും മാഞ്ഞിടും നേരം അവർ നിന്നോടു കൂടെ ഓർമ്മയായി. സങ്കടം സന്തോഷമേവതും തന്ന കണ്ണാന്തളിപ്പൂവേ നിനക്കു നന്ദി. എൻ്റെ കണ്ണാന്തളിപ്പൂവേ നിനക്കു നന്ദി.